സർക്കസാ ചിരിക്കണ ഭയങ്കര ഉപദ്രവം. ഇവൻ ഭയങ്കര ഉപദ്രവമാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ റമദാനൊക്കെ തുടങ്ങിയിട്ട് എല്ലാവരുടെയും റമദാനൊക്കെ എങ്ങനെ പോകുന്നു? ഇവിടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എമ്രു ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട്, രാവിലെ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 6-7 മണിന്ന് അല്ല, 10:30 ആയിട്ടുണ്ട്. അവൻ ഓൾറെഡി നേരത്തെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും കിടന്നതാണ്. കുറച്ച് നേരെ കിടന്നോളൂ. നിങ്ങൾ റൂമൊന്നും കണ്ട് ഒന്നും ഞെട്ടി പോവണ്ട. കുറച്ച് അലുമ്പായിട്ട് കിടക്കുകയാണ്. രാവിലെ എഴുന്നേറ്റതിൻ്റെ ബഹളമാണ്. അപ്പോൾ ഇനിയൊന്നും ഒതുക്കിയൊന്നും വെച്ചിട്ടില്ല, ഒതുക്കിയൊക്കെ വെക്കണം. എഴുന്നേറ്റല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ എമ്രു ഉറങ്ങുന്ന സമയത്ത് ഞാനും ഉറങ്ങും കേട്ടോ. ഇന്ന് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളുള്ളത് കാരണം ഞാൻ രണ്ടാമത് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവ എഴുന്നേറ്റ് പിന്നെ കുറച്ച് നേരം കരച്ചിലും ബഹളവും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്നിട്ടാണ് വീണ്ടും ഒരു അരമണിക്കൂറും കൂടെ ഉറങ്ങിയത്. അപ്പോൾ ഞാൻ എഡിറ്റിംഗ് ഉള്ളത് കാരണം പിന്നെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഇങ്ങനെയാണ്, എല്ലായിടും ഒന്ന് നോക്കും, ഇനി എവിടെ പോകണം, എന്ത് ചെയ്യണം. സംസാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ, സൗണ്ട് കേൾക്കുന്ന കണ്ടില്ലേ. ഇങ്ങനെ നോക്കും കേട്ടോ, കിറിഞ്ഞിരിക്കുകയാണ്. ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അങ്ങനെയാണ്. കണ്ണ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നല്ല ഉറങ്ങി തെളിഞ്ഞ് എഴുന്നേറ്റ്, അല്ല നല്ല ഉറങ്ങി തെളിഞ്ഞെന്നല്ല, നല്ലപോലെ ഉറങ്ങിയിട്ടുണ്ടാന്ന്. അങ്ങനെയല്ല സംഭവം, കരഞ്ഞുകൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെയാണ് ആടി ആടി വരും കേട്ടോ. ബാലൻസ് ഒന്നും കണ്ടില്ല, അല്ലെങ്കിൽ ബാലൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഇപ്പോൾ എഴുന്നേറ്റ് ഇങ്ങനെ ആദ്യം വന്ന് നേരെ കിച്ചണായിരിക്കും നോക്കുന്നത്. കാരണം കിച്ചണിൽ ഉമ്മ ഉണ്ടോ, കിച്ചൺ ഡോർ ഓപ്പൺ ആണോ, എങ്കിൽ അവിടെ പോയി എന്ത് നമുക്ക് എടുക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. നേരെ കിച്ചൺ കിച്ചൻ്റെ ഡോറ് ഞാൻ തന്നെയാണ് ഓപ്പൺ ആക്കിയിട്ടത്. അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. തത്തക്ക പിത്തക്കാന്ന് നടന്ന് പോവുകയാണ്. അപ്പോൾ അടുക്കളയിൽ ആ എക്സോസ്റ്റ് കറക്കുന്നുണ്ട്, അതാണ് നിന്ന് നോക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ പുറത്ത് വന്നപ്പോൾ ഒരു ബക്കറ്റ് കണ്ട്, തുണി വിരിക്കാൻ പോകുന്ന ബക്കറ്റാണ് എടുത്തുകൊണ്ട് തുണി വിരിക്കുന്ന സമയത്ത്. അപ്പോൾ അതിൽ നിന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവന് എന്തെങ്കിലും കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കും, പക്ഷേ എന്തായാലും ഒന്നും കൊടുക്കില്ല. കാരണം അവ ഓൾറെഡി നേരത്തെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണം. ഉറക്കം എഴുന്നേറ്റേ ഉള്ളൂ, തൊണ്ടയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നതായിരിക്കും. കുറച്ച് വെള്ളം കൊടുക്കണം. വെള്ളം എന്ന് പറയുമ്പം ഇപ്പോൾ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഫ്രൂട്ട്സ് എന്തെങ്കിലും ജ്യൂസായിട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഗ്രേപ്സ് ജ്യൂസ് അടിച്ച് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച ആളവിടെ നിൽക്കട്ടെ. ഞാൻ ഇനി നമ്മുടെ പണിപ്പുരയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നത് വേറൊന്നുമല്ല, ഇന്ന് നെച്ചോറാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പം ഈ നെച്ചോറ് എന്ന് പറയുന്നത് സാധാരണ നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്ന റെസിപ്പിയൊക്കെ ഉള്ള ഒരു നെച്ചോറല്ല. ഞാൻ എൻ്റെ ഉമ്മ മാത്രം വെക്കുന്നതാണ് എനിക്കറിയാമെന്നുള്ളത്. ഈ റെസിപ്പി യൂട്യൂബിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു അടിപൊളി സിമ്പിളായിട്ടുള്ള നെച്ചോറാണ് ഇത്. സാധാരണ നെച്ചോറ് പോലെയല്ല, ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ചിക്കൻ കറിയൊക്കെ വെച്ച്. അപ്പോൾ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. ആദ്യം നമ്മൾ ഒരു കുക്കർ എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണയും അതുപോലെ ഇച്ചിരി കൂടുതൽ എണ്ണയും കാട്ടി കൂടുതൽ നെയ്യാണ് ഒഴിക്കേണ്ടത്. ഓക്കെ, ഇനി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സവാളയും തക്കാളിയും പിന്നെ മല്ലിയിലയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, ഇത് നെയ്യ്, എണ്ണ ഇത്രയും മതി കേട്ടോ. അപ്പം ഞാനിവിടെ കുക്കർ എടുത്ത് എണ്ണയും നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതിൽ കുറച്ച് ഉള്ളി മതിയേ. ഒരുപാട് ഉള്ളി ഇട്ട് വെക്കുന്ന ചോറല്ല, കുറച്ച് ഉള്ളി മാത്രം ഇട്ട് പിന്നെ നമ്മൾ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലോട്ട് ഇടുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഞാനിപ്പോൾ 1 കപ്പ് അരി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം അതിലേക്ക് 2 പച്ചമുളകാണ് കീറിയിട്ടിട്ടുള്ളത്. അത് നമുക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അടിക്കില്ല, ആ സമയത്ത് വേണ്ട കേട്ടോ, അടിക്കണ്ട. ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്ത് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം, നല്ലപോലെ ഒന്ന് സോട്ടാവട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളി ഇടണം കേട്ടോ. ഒരുപാട് തക്കാളിയൊന്നും വേണ്ട. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അതാണ് ചേർക്കുന്നത്. തക്കാളി ഇടുന്നതിന് മുന്നേ ഗരം മസാല ഇടണം. ഗരം മസാല ഇട്ടതിന് ശേഷം തക്കാളിയും അതുപോലെ തന്നെ മല്ലിയിലയും ഇതിലോട്ട് ഇടുന്നുണ്ട്. രമ്പയില ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കുറച്ചൊന്ന് ചേർക്കാം കേട്ടോ. അതില്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഉമ്മ നാട്ടിൽ നിന്നൊക്കെ വന്നപ്പോഴേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില്ലാത്തത് കാരണം ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഇത്രയും ഇട്ട് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇതിലോട്ട് വേറെ ഒന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമുക്കിനി വേറെ ഒന്നും വെച്ചാൽ അരി ഇടണം കേട്ടോ. അരി ഇട്ടാലല്ലേ നമുക്ക് ചോറാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരി എടുത്തു തോന്നില്ല, അതുകൊണ്ട് 1 കപ്പ് അരിക്ക് നമ്മൾ അതിന് ഡബിൾ വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അങ്ങനെ മതി. 1 കപ്പ് അരിയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡബിൾ 2 കപ്പ് വെള്ളം അതിന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് 2 കപ്പ് വെള്ളം എടുത്ത് ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് അരി
ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. അതവിടെ വിസിലടിച്ചടിച്ച് അതിരുന്ന് കുക്കായി വന്നോളും കേട്ടോ. സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. ചൂടോടെ ചിക്കൻ കറിയുടെ കൂടെ നമുക്ക് തൈരും ഒക്കെ കൂട്ടി അച്ചാറും പപ്പടവും ചിക്കൻ ഫ്രൈയും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഞാനൊന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കട്ടെ. അപ്പം ദാ ഇവിടെ നല്ല എന്താണ് പറയുക, പെർഫെക്റ്റായിട്ട് നമ്മുടെ റൈസൊക്കെ വന്നിട്ടുണ്ട്. കുക്കായൊന്ന് ചെക്ക് ചെയ്യട്ടെ, ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം ഇളക്കാനൊന്നും നിൽക്കരുത്, കാരണം ഇത് പിന്നെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് അങ്ങനെ ഒന്ന് ചൂടോടെ തന്നെ അങ്ങ് അടച്ചു വെച്ചേക്കും. കഴിക്കാൻ നേരം ഓപ്പൺ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാനവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉമ്മ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് ഇവനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം, ഇപ്പം ചെറിയൊരു അലുമ്പ് തുടങ്ങിയിട്ടുണ്ട് തറയിൽ. ഇവന് കൊടുക്കുന്ന ഇപ്പം ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ, അതായത് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ അവൻ്റെ ചെയറിൽ വെച്ച് കൊടുക്കുമ്പോഴേ ഇപ്പോൾ കഴിക്കും, പകുതി എടുത്ത് എറിയാണ് ചെയ്യുന്നത്. തറയിൽ കിടക്കുമ്പോൾ അതൊക്കെ എടുത്ത് വായിലിടുന്ന ഒരു സ്വഭാവം കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കണമല്ലോ, ഒരാളെ ഇരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്നെ ഭയങ്കര കടിയാണ് ഗൈസ്, എന്നെ കടിച്ച് തരും, എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നെ ഇപ്പോൾ ഇത്രയും നേരം കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഉമ്മയാണ് ചിക്കൻ കറി വയ്ക്കുന്നത്. എനിക്ക് ഉമ്മയുടെ ചിക്കൻ കറിയാണ് ഏറ്റവും ഇഷ്ടം. എൻ്റെ ഫേവറേറ്റ് ചിക്കൻ കറി ഉമ്മയുടെയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഇതിന് മുന്നേ ഉള്ള വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയെന്ന് കാണാം. എമ്പറിൻ്റെ തുണിയാ ഇത്. ബൈ, തുണി വിരിക്കാൻ പോണ. ബൈ, ടാറ്റാ. ടാറ്റ പറയണില്ല. ബാ ടാറ്റാ. തുണി വിരിക്കാൻ പോകുന്നതാണ്. വാപ്പ പള്ളിയിൽ പോയിട്ട് വന്നു. ഇപ്പൊ വന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ തുടിയൊക്കെ വിരിച്ചിട്ട് വന്നിട്ടുണ്ട്, മേളിൽ പോയി. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഇപ്പോൾ റീക്ക നേരത്തെ വരും കേട്ടോ, കാരണം റമദാനല്ലേ, അതുകൊണ്ട് ഇവിടുത്തെ ഓഫീസ് ടൈമൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ഉച്ചയാകുമ്പോൾ തന്നെ ആൾ വരും. പിന്നെ വന്നാൽ പിന്നെ ഞാൻ മടിച്ചാണ്, ഞാൻ അങ്ങ് കൊച്ചിനെ ഏൽപ്പിച്ചോളും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം റീക്ക ഇരുന്ന് നോക്കുന്നുണ്ട് അവരായിട്ട്, അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കുന്നത്. വാപ്പ വന്നാൽ പിന്നെ വാപ്പയുടെ കയ്യിലാണ് കുറച്ച് നേരം, പിന്നെ വാപ്പയുടെ കൂടെ ഇരുന്ന് കളിച്ചോളും. അവൻ്റെ ഫ്രണ്ടും കൂടെയാണ്, അതുകൊണ്ട് അവൻ എപ്പോഴും ഇരുന്ന് കളിച്ചോളും കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ ഇരുന്ന് കളിക്കുകയാണ്. ഇനിയിപ്പോൾ എമ്രൂന് ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അവനും കോൾഡാണ്, എനിക്കും കോൾഡാണ്. അതാണ് എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത് കേട്ടോ. വോയിസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. റീക്ക അവൻ കളിക്കുന്നതിൻ്റെ അവൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഫോൺ ചോദിച്ചു. എൻ്റെ ഫോൺ ഞാൻ അപ്പോഴത്തേക്ക് അവർ ഫോട്ടോ എടുക്കുന്നത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. ഇനിയിപ്പം എമ്രൂനെ ഒന്ന് ഉറക്കണം. അപ്പോൾ ഉറക്കുന്ന പരിപാടി ഈ റീക്കായാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അവന് റീക്കായും ഉറക്കാറുണ്ട്, ഞാൻ മാത്രമല്ല. അപ്പോൾ അതാ നല്ല ഉറക്കത്തിലാണ്. ആ സമയം ഞാനും ഉറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഉറങ്ങി എഴുന്നേറ്റ്. അപ്പോൾ എമ്മർ വന്നതാ അവൻ്റെ സ്നാക്ക് കഴിക്കുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പഴമാണ് കൊടുക്കുന്നത്, കുട്ടിപ്പഴം. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. പിന്നെ ഉമ്മ ഇതാ നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ ഉമ്മ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇവൻ വന്നിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അവന് ബനാന കൊടുത്തോണ്ട് ഡേറ്റ്സാണ് ചോദിച്ചോട്ടോ. ഡേറ്റ്സ് ഞാൻ രാവിലെ അവന് കൊടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദേഷ്യം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ടാൻഡ്രംസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്വന്തമായിട്ട് അവനിങ്ങനെ ഹേർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഡേറ്റ്സ് കൊടുക്കാത്തതിൻ്റെ ദേഷ്യം. ഇതിനി ഈവനിങ് ആയി. അപ്പോൾ ഇനി ഇവന് എന്തെങ്കിലും ഫ്രൂട്ട്സ് ജ്യൂസ് കൊടുക്കാമെന്ന് വെച്ചാൽ. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല, ഇവന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. ഇവൻ വെള്ളം കുടിക്കുന്നത് ഇപ്പോൾ ഭയങ്കര മടിയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുപോലെ ജ്യൂസാക്കി കൊടുക്കാൻ. അതാകുമ്പോൾ വെള്ളം കുടിക്കുമല്ലോ, അങ്ങനെ ടേസ്റ്റ്. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഗ്രേപ്സ് അഴിച്ചു കൊടുക്കാമെന്ന്. ഇപ്പം സംഭവം എന്താ വെച്ചാൽ ഫ്രൂട്ട്സൊക്കെ ഇരുന്നൊക്കെ തീർന്നു. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് മേടിക്കാൻ പോകണം. അപ്പോൾ ഗ്രേപ്സും ഇത് ബ്ലൂബെറിയും കൂടെയാണ് മിക്സ് ചെയ്ത്. രാവിലെ ഗ്രേപ്സ് മാത്രമാണ് കൊടുത്തത്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചൂടുവെള്ളത്തിലാണ് അടിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളത്തിലല്ല, ചൂടുവെള്ളത്തിലാക്കി അവൻ്റെ വാട്ടർ കുടിക്കുന്ന ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. സംഭവം ഇത് കുറച്ചേ കുടിച്ചോളൂ, കാരണം ഞാൻ ബ്ലൂബെറി ഇട്ടത് കാരണം ചെറിയൊരു പുളിപ്പെട്ടായിരുന്നു. പിന്നെ കുറച്ച് ഷുഗർ ഇട്ടിട്ടുണ്ട്. ഡോക്ടർ തന്നെ പറഞ്ഞു ചെറുതായിട്ടൊന്ന് ഷുഗറും കൂടെ ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് കൊടുത്തിട്ട് കുറച്ച് കുടിച്ചു. പിന്നെ അവൻ കുടിച്ചിട്ടില്ല, കാരണം ബ്ലൂബെറി ഇടണ്ടായിരുന്നു തോന്നി. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യും, ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. പിന്നീടാണ് ഇവൻ കുടിക്കാത്തതുകൊണ്ട് ഡൗട്ട് ടേസ്റ്റ് ചെയ്തപ്പം ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും കുടിക്കാത്ത. അപ്പോൾ പിന്നീട് ഞാൻ ഇത് മാറ്റി ചൂടുവെള്ളം തന്നെ കൊടുത്തു. അപ്പം വെള്ളം കുടിച്ചായിരുന്നു. ഭയങ്കര മടിയാണ് വെള്ളം കുടിക്കാൻ. കുട്ടികൾക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ, അതായത് ഇവർ വെള്ളം കുടിച്ചില്ലെങ്കിൽ പിന്നെ കോൺസ്റ്റിപ്പേഷനാണ്. ഇവന് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്താണ് പൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്.
അപ്പോൾ വെള്ളം കുടിക്കട്ടെ എന്നും പറഞ്ഞു ഫ്രൂട്ട്സ്. ഇനിയിപ്പം നാളെ മുതൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കൊടുക്കണം. രണ്ടുപേരും കൂടെ ഇവിടെ പ്ലേ ടൈമാണ്. ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ്റെ ഒരു ഷോർട്സിനെ അപ്ലോഡ് ചെയ്തിരുന്നു. 1 വയസ്സായി നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കാലിൽ ഫുട്ബോളാണ് കേട്ടോ. ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ മാമായ പോലെയാണെന്ന് തോന്നുന്നു, എൻ്റെ ബ്രദറിനെ പോലെ. അതുപോലെ കളിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇവൻ്റെ കൂടെ ഇവനെ എടുത്ത് വെച്ചിട്ട് ഓടി കളിക്കും കേട്ടോ ഫുട്ബോൾ. അതുപോലെ കളിക്കാൻ വേണ്ടിയിട്ടാണ് വാപ്പാടെ അടുത്ത് പോയത്. അങ്ങനെ കുറച്ച് നേരം കളിക്കുന്ന ഇഷ്ടമാണ്. രാവിലെ ഞാൻ അങ്ങനെ കളിപ്പിച്ചു. ഇങ്ങനെ നമ്മൾ കൊണ്ട് നടന്ന് ഓടി കിക്ക് ചെയ്യണം ബോൾ. അപ്പോൾ ചിരിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഇനി എനിക്ക് ഫുഡ് കഴിക്കണം. ഉമ്മത കഴിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതും വാപ്പതായി ഇവിടെ ഒരു പൊതിച്ചോറുമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അതായത് കത്തരീസൊക്കെ വീട്ടിൽ നിന്ന് കൊടുക്കും നോമ്പ് തുറക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിച്ചിട്ട് ഉമ്മായും വാപ്പായും കൂടെ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നിട്ടുണ്ട്. തുണി വിരിക്കുമെന്ന് തുണി നമ്മൾ നേരത്തെ വിരിച്ചല്ലോ. ആ വിരിച്ച തുണികൾ 2 പേരും കൂടെ പോയി 3 പേരും കൂടെ പോയി എടുത്തിട്ടുണ്ട്. അവന് ബക്കറ്റ് എടുത്ത് അപ്പം പോകണം കൂടെ, തുണി വിരിക്കാനാണെങ്കിലും എടുക്കാനാണെങ്കിലും. ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ ഇന്നൊരു നമ്മുടെ കുട്ടി ഡേ മൈ ലൈഫ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. റീക്കാണെങ്കിൽ വന്നപ്പോൾ മുതലൊരു ക്രിക്കറ്റ് വിട്ട് ഇവിടെ കിടപ്പുണ്ട്. രാത്രി ആയിട്ടുണ്ട്, ഇതൊരു ക്രിക്കറ്റ് തീർന്നിട്ടില്ല. അപ്പം ഇനിയൊരു പുതിയൊരു വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.